നമസ്കാരം. ഇന്ന് നവംബർ 1. ഇന്നത്തെ ദിവസത്തെ ചില പ്രത്യേകതകൾ നോക്കാം. ഇന്ന് കേരള പിറവി ദിനമാണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം മൂലം ഭാഷാ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. ഇന്ന് മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ ആനുകാലിക പ്രസിദ്ധീകരണമായ ജ്ഞാനനിക്ഷേപം ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത് 1848 നവംബർ 1 കെ. കേളപ്പൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 1956 നവംബർ 1 കേരള ഹൈക്കോടതി നിലവിൽ വന്നു. കേരള ഗ്രന്ഥശാല സംഘം നിലവിൽ വന്നത് 1956 നവംബർ 1 സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1980 നവംബർ 1 ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1980 നവംബർ 1 വയനാട് ജില്ല നിലവിൽ വന്നു. പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് 1982 നവംബർ 1 കരിമീൻ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2010 നവംബർ 1 തിരൂർ ആസ്ഥാനമായി മലയാള സർവകലാശാല നിലവിൽ വന്നത് 2012 നവംബർ 1 കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2016 നവംബർ 1 മുൻ ലോകസുന്ദരിയും സിനിമാ നടിയുമായ ഐശ്വര്യ റായ് ജനിച്ചത് 1973 നവംബർ 1 പ്രസിദ്ധ പത്രമാധ്യമ പ്രവർത്തകരും എഴുത്തുകാരനുമായ വി.കെ. മാധവൻകുട്ടി അന്തരിച്ചത് 2005 നവംബർ 1 ഓരോ ദിവസത്തെയും പ്രാധാന്യം അറിയുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ A+ വിന്നേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.